ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ പ്രഥമദൃഷ്ട്യാ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി ജയിൽ ചാട്ടം അന്വേഷിക്കുന്ന കമ്മീഷൻ അംഗം റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ജയിൽ ചാട്ടത്തിനായി ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് കണ്ടെത്താനായില്ലെന്നും സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൽ അവ്യക്തതയുണ്ടെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കാലപ്പഴക്കം ചെന്ന സെല്ലുകൾ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കനം കൂടിയ ഇരുമ്പഴി അറക്കണമെങ്കിൽ അതിനുള്ള ഒരു വീഴ്ച തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ടൂള് അയാൾക്ക് കിട്ടാനും ആ ടൂൾ അയാൾ ഉപയോഗിക്കാനും അതുപയോഗിച്ച് ബ്രേക്ക് ചെയ്യാനും സെല്ല് ബ്രേക്ക് ചെയ്യാനും സാധിച്ചത് ഒരിക്കലും ഒരു സാഹചര്യം ഉണ്ടാകരുത് അഞ്ഞൂർ ജയിലിൽ. ജയിലിന് എന്തെങ്കിലും സഹായം കിട്ടിയതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, അതിനെക്കുറിച്ച് ഞങ്ങൾ പ്രത്യേക എൻക്വയറി നടത്താനില്ല. കാര്യം ഞങ്ങൾ അതിൽ ആരൊക്കെയാണ് ഓൺ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആൾക്കാർ, ആരൊക്കെയാണ് വീഴ്ച ഉണ്ടായിരുന്നത്. ഒന്നാമത് നാളുകൊണ്ടാണ് ആയിരിക്കും അയാൾ ചെയ്തത്. ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യാവുന്ന ജോലിയല്ല, കൈകൊണ്ട്. അല്ല, ഇലക്ട്രിക് കട്ടർ വേണം അത് പെട്ടെന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ. അങ്ങനെ 4 കമ്പിയുടെ 8 വശം. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം സിസ്റ്റത്തിന്റെ വീഴ്ചയാണെന്നും ജയിലിനകത്ത് മൊബൈൽ ഫോണുകൾ എത്തുന്നത് തടയാൻ നടപടി വേണമെന്നും കമ്മീഷൻ അംഗം മുൻ DGP ജേക്കബ് പുന്നോസ് പ്രതികരിച്ചു. 1.5 ഇഞ്ചോളം കനമുള്ള ഒരു കമ്പി ഒരു ചെറിയ 8 സ്ഥലത്ത് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഒരാൾക്ക് അത് മുറിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹം രാവിലെ പറഞ്ഞത് അത്ഭുതകരമെന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചു. തിങ്കൾ മുതൽ ബുധൻ വരെ ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്ന തത്സമയ സംഗീത ഫോണിൻ പരിപാടി കൂട്ടിനൊരു പാട്ട് വൈകുന്നേരം